ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ കാലുകളിൽ 6 ഫിംഗേഴ്സ് ഉണ്ടെങ്കിലും കയ്യിൽ 5 ഫിംഗേഴ്സും ഏതെങ്കിലും ഒരു പോർഷനിൽ മാംസം വളർന്നു വരികയാണെന്നുണ്ടെങ്കിലും അത് മെഡിക്കൽ അൺഫിറ്റ് ആണോ അതോ ഫിറ്റ് ആണോ എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആ ഒരു പ്രോബ്ലം മെഡിക്കലിൽ ഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം, ഈവൻ സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മെഡിക്കൽ ഫിറ്റ് ആയിരിക്കുമോ എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇനിയും മെഡിക്കൽ റിലേറ്റഡ് ഇതേ രീതിയിലുള്ള വീഡിയോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫോർ മോർ സച്ച് വീഡിയോസ് പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ കാലുകളിൽ 6 ഫിംഗേഴ്സ് ഉണ്ടെങ്കിൽ മെഡിക്കൽ ടൈമിൽ ഇതിനെ പറയുന്നത് പോളിഡാക്റ്റിലി എന്നാണ്. 3 രീതിയിലാണ് കൂടുതലും ഇതേ രീതിയിലുള്ള പ്രോബ്ലം മിക്ക കുട്ടികളിലും കാണപ്പെടുന്നത്. അത് ഓരോന്നും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികളിൽ 5 ഫിംഗേഴ്സിന് പകരം 6 ഫിംഗേഴ്സ് കാണപ്പെടും. അതായത് ഈ ഒരു പൊസിഷനിൽ എക്സ്ട്രാ ഫിംഗേഴ്സ് വളർന്നു വരും. അതേപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് ആണ്, ചില കുട്ടികളിൽ 5 ഫിംഗേഴ്സും കാണും, അതോടൊപ്പം തന്നെ ഈ റൈറ്റ് പോർഷനിൽ എന്താണ് ചെറുതായിട്ട് മാംസം വളർന്നു വരും. അങ്ങനെയും കാണാറുണ്ട്. ഇതിനെയും പോളിഡാക്റ്റിലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആണ്, ചില കുട്ടികളിൽ 5 ഫിംഗേഴ്സും കാണും, എന്നാൽ ഈ ഒരു മിഡ് ഫിംഗേഴ്സ് ഉണ്ടല്ലോ, ഈ മിഡ് ഫിംഗേഴ്സിൻ്റെ ഈ ഒരു പോർഷനിലോ അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലോ ചെറുതായിട്ട് മാംസം വളർന്നു വരും. ആ മാംസം വളർന്നു വരുന്നതുകൊണ്ട് അവർക്ക് മറ്റ് 2 ഫിംഗേഴ്സിൻ്റെ എന്താണ് ഫംഗ്ഷനിങ് കറക്റ്റായിട്ട് നടക്കത്തില്ല. ഈ രീതിയിലും വരാറുണ്ട്. ഇതിനെ പോളിഡാക്റ്റിലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ അറിയേണ്ടുന്നതാണ്, ഇതേ രീതിയിൽ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാലിലാണെങ്കിലും കയ്യിലാണെങ്കിലും ഇത് മെഡിക്കൽ അൺഫിറ്റ് ആകുമോ അതോ ഫിറ്റ് ആയിരിക്കുമോ എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെയും കാര്യമാണ്. അതിപ്പോൾ ഇന്ത്യൻ ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും പാരാമിലിറ്ററി ആണെങ്കിലും നിങ്ങളുടെയും കാലിൽ അല്ലെങ്കിൽ കയ്യിൽ ഇതേ രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മെഡിക്കലിൽ അൺഫിറ്റ് ആവുന്നതായിരിക്കും. അൺഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെർമനൻറ്റ് റിജക്ഷൻ ആവുന്നതായിരിക്കും. മനസ്സിലായ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ കാലുകളിൽ അല്ലെങ്കിൽ കയ്യിൽ ഇതേ രീതിയിലുള്ള ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്ന്. ഇനി ഞാൻ പറയാൻ പോകുന്നതാണ്, ഈവൻ നിങ്ങളുടെ കയ്യിൽ ഇതേ രീതിയിലുള്ളത് ഉണ്ട് എങ്കിൽ, അതായത് ഇതേ രീതിയിൽ 5-ൽ കൂടുതൽ ഫിംഗേഴ്സ് ഉണ്ടെങ്കിലും ഇതേ രീതിയിൽ മാംസം വളർന്നു വരികയാണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇന്ത്യൻ ആർമിയിൽ ഇതിനെ അൺഫിറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ പെർമനൻറ്റ് റിജക്ഷൻ ആക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യൻ ആർമിയിൽ ഷൂസും ഗ്ലൗസും അതിനെല്ലാം തന്നെ എന്താണ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സൈസ് ഉണ്ട്. ഈവൻ നിങ്ങളുടെ ബോഡി പാർട്സ് 5-ൽ കൂടുതൽ 6 ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഷൂ ധരിക്കാനും ഗ്ലൗസ് ധരിക്കാനും ഒക്കെ എന്താണ് വളരെ ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും. എന്നാൽ ചില കുട്ടികൾക്ക് 6 ഫിംഗേഴ്സ് ഉണ്ടെങ്കിലും നോർമലായിട്ടുള്ള റണ്ണിങ് ഷൂ ഒക്കെ ധരിക്കാൻ പറ്റുന്നതായിരിക്കും. അവർക്ക് പ്രോബ്ലം വരുന്നത് എവിടെയാണ്? കോൾഡ് ഏരിയയിൽ പോകുമ്പോൾ, അതായത് തണുപ്പുള്ള ഏരിയയിലൊക്കെ പോകുമ്പോൾ അവിടെ വലിയ സൈസുള്ള ഷൂവും നല്ല രീതിയിലുള്ള ഷൂ ഒക്കെ ധരിക്കേണ്ടതായിട്ട് വരും. ആ ഒരു കണ്ടീഷനിൽ അവർക്ക് നല്ല ബുദ്ധിമുട്ട് വരുന്നതായിരിക്കും. അതൊക്കെ കൊണ്ടാണ് ഇതേ രീതിയിലുള്ള മെഡിക്കൽ പ്രോബ്ലം ഉള്ള കുട്ടികൾ ഇന്ത്യൻ ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും മറ്റെല്ലാ ഡിഫൻസ് ഫോഴ്സിലും എന്താണ് റിജക്റ്റ് ആകുന്നത് തന്നെ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ ഒരു മെഡിക്കൽ പ്രൊസീജിയർ എങ്ങനെയാണ് ഇന്ത്യൻ ആർമിയിൽ ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ച്. അതുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ മെഡിക്കൽ ഡേയിൽ നിങ്ങളെ ലൈനിൽ അവിടെ നിർത്തുന്നതായിരിക്കും. അതിനുശേഷം ഫ്രണ്ടിൽ വരുന്ന ഇൻസ്ട്രക്ടർ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും കൈ ഫ്രണ്ടിലോട്ട് വെക്കാനായിട്ട്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഇതേ രീതിയിൽ കൈ ഫ്രണ്ടിലോട്ട് വെക്കണം. ആ ഒരു സമയത്ത് എന്താണ് ഫിംഗേഴ്സ് നല്ല രീതിയിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് വെക്കണം. അവർ ഫ്രണ്ടിൽ വരുമ്പോൾ ഇതേ രീതിയിൽ വെക്കാൻ പറയും. അതിനുശേഷം അവർ ഓട്ടോമാറ്റിക്കലി പറയുന്നതായിരിക്കും കൈ തിരിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കൈ തിരിച്ച് കാണിച്ചു കൊടുക്കണം. ആ ഒരു സമയത്ത് അവർ നിങ്ങളുടെ ഫിംഗറിലും എല്ലാ പോർഷനും ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതേ സമയത്ത് തന്നെ അവരെ നിങ്ങളുടെ കാലും ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇതേ രീതിയിലാണ് അവിടെ മെഡിക്കൽ ഡേയിൽ നിങ്ങളുടെ ഈ ഒരു 6 ഫിംഗേഴ്സിൻ്റെ പ്രൊസീജിയർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി ഞാൻ ഫൈനലായിട്ട് പറയാൻ പോകുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ 6 ഫിംഗേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ റെമഡീസ് എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ കൺസൾട്ടേഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് എടുത്തിരിക്കണം. ഡോക്ടറെ കാണിക്കണം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ അദ്ദേഹം പറയുന്ന അതേ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യണം. ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട് ആയിരിക്കും, ഈവൻ ഡോക്ടർ പറയണം ഓക്കെ നമുക്ക് സർജറി ചെയ്ത് ആ ഒരു പോർഷൻ റിമൂവ് ചെയ്ത് കളയാം, അതായത് ആ ഒരു മാംസത്തിൻ്റെ പോർഷൻ റിമൂവ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ 6ാമത് കാണുന്ന ആ ഒരു ഫിംഗേഴ്സ് റിമൂവ് ചെയ്ത് കളയാം, അങ്ങനെ സർജറി ചെയ്താൽ മെഡിക്കൽ ഫിറ്റ് ആയിരിക്കുമെന്ന്. ഡെഫിനറ്റ്ലി നിങ്ങൾ സർജറി ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിംഗേഴ്സ് അല്ലെങ്കിൽ ആ ചെറുതായിട്ട് കാണപ്പെടുന്ന ആ ഒരു മാംസം നിങ്ങൾ റിമൂവ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഫിറ്റ് ആവുന്നതായിരിക്കും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു എക്സ്ട്രാ ഫിംഗേഴ്സ് അല്ലെങ്കിൽ ആ കാണപ്പെടുന്ന ആ ഒരു മാംസം നിങ്ങൾ റിമൂവ് ചെയ്തതിന് ശേഷം മറ്റ് ഫിംഗേഴ്സിൻ്റെ ഫംഗ്ഷനിങ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിറ്റ് ആവുന്നതായിരിക്കും. ഈവൻ നിങ്ങൾ നിങ്ങളുടെ കൈ റിമൂവ് ചെയ്ത് കളഞ്ഞു, ആ ഒരു സമയത്ത് നിങ്ങളുടെ മറ്റ് ഫിംഗേഴ്സ് നല്ല രീതിയിൽ ഫംഗ്ഷനിങ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കലിൽ പിന്നെ എന്താണ് അൺഫിറ്റ് ആവുന്നതായിരിക്കും. കാരണം നമുക്ക് ഫയറിംഗ് ഒക്കെ ചെയ്യണം. ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് ഈ ഫയറിംഗ് ഫിംഗേഴ്സ് എന്താണ് നല്ലപോലെ ആക്റ്റീവ് ആയിരിക്കണം, എന്നാലേ നമുക്ക് ഫയറിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും എല്ലാ കാര്യങ്ങളും. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? പ്രോപ്പറായിട്ട് ഒരു ഡോക്ടറിനെ കണ്ട് നല്ല രീതിയിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഈവൻ സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർജറി ചെയ്യാവുന്നതാണ്. സർജറി ചെയ്തതിന് ശേഷം
ശേഷവും ഒത്തിരി കുട്ടികൾ മെഡിക്കൽ ഫിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ സർജറി ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ ഫിംഗേഴ്സ് പൂർണ്ണ രൂപത്തിലായിട്ട് ഫങ്ഷനിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 6 ഫിംഗേഴ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് മെഡിക്കൽ റിലേറ്റഡ് വീഡിയോ നിങ്ങൾ ഏതാണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.